ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 290 മെറ്റീരിയൽ കൊണ്ട് പാനൽ കട്ട് നൈറ്റി തുന്നാൻ തികയില്ല എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാനൽ നൈറ്റി കട്ട് ചെയ്യില്ലേ, അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാനലൊക്കെ ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്ത് തന്നെ കാണിക്കാം. ഈ ഒരു പീസ് കൊണ്ടാണ് ഞാൻ നെക്കും സ്ലീവും ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. 5 തരത്തിലുള്ള നെക്ക് ഡിസൈൻ എന്നും പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നെക്കിൻ്റെ പീസ് തന്നെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ആണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇത് 320 പീസായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനും കിട്ടി. അതല്ലെങ്കിൽ നമുക്ക് സ്ലീവിന് തീരെ കിട്ടില്ല. ഇതുപോലൊരു ചെറിയ പീസേ കിട്ടുള്ളൂ തടിയുള്ളവർക്ക് കേട്ടോ. നമുക്ക് വണ്ണമുള്ളവർക്ക് 320 പീസാകുമ്പോഴാണ് ഇതുപോലൊരു സ്ലീവ് കട്ട് ചെയ്യാൻ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ വേറെ പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു കഷ്ണം ഇതിൽ നിന്ന് ബാക്കി കിട്ടുള്ളൂ. അത് വെച്ചിട്ട് എന്തായാലും നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് 3 പീസ് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. ഒന്നുകിൽ സ്ലീവും നെക്കും വേറെ ടൈപ്പിൽ വെച്ച് കൊടുക്കും, അതല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും. എത്രയാണോ കിട്ടുന്നത് അതെടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്നത് ഇതുപോലെ ഏതെങ്കിലും കളറൊക്കെ യോജിപ്പിച്ചിട്ടാണ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തയ്ക്കാൻ ഇതുവരെ തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ഡിസൈനിലുള്ള നൈറ്റിയും കിട്ടും. നമ്മൾ വെയർ ചെയ്യുമ്പോൾ തന്നെ അതൊരു റെഡിമെയ്ഡ് ലുക്കിലാണ് കിട്ടുക. ഇപ്പോൾ ഈ യൂണിറ്റിലൊക്കെ തുണി തികയാണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നൈറ്റികൾ അടിച്ചിട്ട് ബിസിനസ് ചെയ്യുക. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ഈ ഒരു പീസിൻ്റെ റോങ് സൈഡിൽ അയൺ ചെയ്ത് പിടിപ്പിക്കുക. ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ തയ്യലിൽ തന്നെ നല്ല നീറ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു നെക്ക് ഡിസൈൻ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം കട്ട് ചെയ്തിട്ടുള്ളൊരു 4 നെക്ക് ഡിസൈനും കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. എല്ലാം കൂടിയിട്ട് ചെയ്യുമ്പോൾ വീഡിയോ വല്ലാതെ ലെങ്തായി പോവാണ്. 1-2 പേര് ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിരുന്നു സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് റോങ് സൈഡിൽ ഇതുപോലെ പിന്നു കുത്തി വയ്ക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു 1-2 ഫ്രണ്ട്സിനെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബെൽ ബട്ടൺ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാനിതിന് മുന്നും കുറേ നൈറ്റി നെക്ക് ഡിസൈൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും സ്ലോവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. തിരക്ക് പിടിക്കരുത്. അപ്പോൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും നൈറ്റിയൊക്കെ തയ്ക്കുമ്പോൾ ഇതുപോലുള്ള പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് തയ്ച്ചെടുത്താൽ നല്ല നീറ്റിൽ കിട്ടും. ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ഇഞ്ച് നിർത്തിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് വീണ്ടും കാണിക്കുന്നത് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ബിഗിനേഴ്സായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ നോച്ചസ് ഇട്ടിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലുള്ള പാച്ച് വർക്കുകൾ ചെയ്തിട്ട് തയ്ച്ചെടുത്താൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും പൈസ കൂടുതൽ വാങ്ങിക്കുകയും ചെയ്യാം. ഇപ്പോൾ ടോപ്പൊക്കെ തയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് പീസുകളൊന്നും കളയാതെ എടുത്ത് വെച്ചാൽ ഏതെങ്കിലും നൈറ്റിക്കൊക്കെ മാച്ചായിട്ട് കിട്ടും. ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് തയ്ച്ചു കൊടുത്താൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗ്ഗം ആക്കി എടുക്കാൻ പറ്റും. ഒരു 10 പീസൊക്കെ നൈറ്റി കൊണ്ടുവന്ന് വെച്ചിട്ട് തയ്ച്ചു കൊടുത്താൽ നമുക്കൊരു ടൈം പാസുമാണ്, ഒരു പോക്കറ്റ് മണിയും കിട്ടും. ഇനി ഇതിപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ലേസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള വീഡിയോയുടെ പോലെ ലേസും വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്താൽ ഈ ഒരു ഭാഗത്ത് തുണിയൊന്നും കുടുങ്ങി കിടക്കില്ല.
ഒരുപാട് വലിച്ചു കൊടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് തള്ളി കൊടുത്താൽ മതി. ഇനി ഈ ഒരു സൈഡും കൂടി അടിച്ചെടുക്കുക. നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള കാരണം നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അഥവാ നിങ്ങളുടെ കയ്യിൽ ഗമ്മില്ലാന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ അത് അവിടെ തന്നെ പതിഞ്ഞ് നിന്നോളും. ഇപ്പം നൈറ്റി ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ലീവ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ മോഡലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.